ഫോട്ടോ വരുന്നില്ല അല്ലേ? വീഡിയോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഉദ്ഘാടന ക്ലാസ്സാണിന്ന്. സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആമുഖവും ഉദ്ഘാടനവും മറ്റു പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ നേരിട്ട് ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് തൊട്ട് മുൻപ് ഒരു ദിവസം ഇതിൻ്റെ ഒരു ആമുഖ പരിപാടി സജു സാർ ചെയ്തിരുന്നു. അത് എല്ലാവർക്കും യൂട്യൂബിൽ ലോഡ് ചെയ്തതിന് ശേഷം ലിങ്ക് ഇട്ടിരുന്നു. അത് കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. സാറ് ഈ കോഴ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, വീഡിയോ ഇല്ല, വേറെ വല്ലതും ഉണ്ടോ? ഇതല്ലാണ്ട് എല്ലാവരും മൈക്കൊന്ന് ഓഫ് ചെയ്യുമോ? കഴിഞ്ഞ തവണ സജു സാറ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും ഒരു അഭ്യർത്ഥന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന്, ഈ കോഴ്സ് പഠിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും അവരുടേതായ ഒരു സ്വപ്നം ഉണ്ടാകണം. ആ സ്വപ്നത്തിൽ എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തിനു വേണ്ടി ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ആ സ്വപ്നം വേണം എന്ന് പറഞ്ഞിരുന്നത്. കാരണം ഒരു ടൂൾ എന്നുള്ള നിലയിൽ പഠിച്ചത് എന്തെങ്കിലും പഠിക്കുന്നതിലുപരിയായി നിങ്ങളുടെ സ്വപ്ന പദ്ധതിയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ്, അങ്ങനെ ഒരു സ്വപ്ന പദ്ധതിയുമായിട്ടാണ് സമീപിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയിക്കാനുള്ളൂ. ഒന്ന്, ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ ഈ പങ്കെടുത്ത ആളുകളുടെ രജിസ്റ്റർ ചെയ്ത പേരിൽ നിന്നായിരിക്കത്തില്ല ചില ആളുകൾ ലൈനിൽ അല്ലെങ്കിൽ ഈ ഗൂഗിൾ മീറ്റിൽ കയറുന്നത്. മൊബൈലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വേറെ എന്തെങ്കിലും പേരോ കോഡോ ഒക്കെ ആണെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓരോ ക്ലാസ്സിൻ്റെയും അറ്റൻഡൻസ് എടുക്കുന്നുണ്ട്. ആ അറ്റൻഡൻസിൽ സീരിയൽ നമ്പറിൻ്റെ നേരെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതുപോലെ നിങ്ങളുടെ അഡ്മിഷൻ നമ്പർ അഥവാ ടോക്കൺ നമ്പർ കൂടി ഒന്ന് ഇടേണ്ടതായിട്ടുണ്ട്. അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, പങ്കെടുക്കുന്ന ആളുകൾ എല്ലാവരും അക്കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു 2 ക്ലാസ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ടോക്കൺ നമ്പർ ഇടേണ്ടി വരത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ കയറുന്ന പേര് ഏതാണെന്ന് അറിയാൻ വേണ്ടി കഴിയും. അപ്പോൾ സജു സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, കഴിഞ്ഞു നമ്മൾ പരിചയപ്പെട്ടു. എല്ലാവരും വീഡിയോ കണ്ടിരിക്കും. പുത്തൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ സാധാരണക്കാരിൽ എത്തിക്കുന്നതിന് വേണ്ടി ആ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുകയും ലളിതമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അത് ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ എല്ലാവർക്കും എത്തിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ശ്രമമാണ് ഐടെക്കിൻ്റെയും ശാന്തിഗ്രാം ഇൻഫർമേഷൻ ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിപാടി. എല്ലാവരെയും, ഒപ്പം ഇന്ന് ക്ലാസ് എടുക്കുന്ന സജു സാറിനെയും ഈ പരിപാടിയിലേക്ക്, ഈ ക്ലാസ്സിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളെ എല്ലാവരെയും മൈക്ക് എല്ലാവരും ഓഫ് ചെയ്തിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചോദ്യം ചോദിക്കുന്ന സമയമാകുമ്പോൾ അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്യുന്ന കാര്യം എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്ക്രീനിൽ ഒരു കൈ കാണുന്നുണ്ട്. അപ്പോൾ ആ കൈ കണ്ടു കഴിഞ്ഞാൽ പേര് വിളിക്കുമ്പോൾ അവർക്ക് മൈക്ക്
ഓഫ് ചെയ്തിട്ട് സംസാരിക്കാം. ഇനി ഓണാക്കിയിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അഥവാ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളിൽ എന്തെങ്കിലും സംശയമോ ചോദ്യങ്ങളോ ചോദിക്കാൻ പറ്റിയില്ല എങ്കിൽ ഗ്രൂപ്പിൽ തന്നെ എഴുതി നമുക്ക് ചോദിക്കാവുന്നതാണ്. അതിൽ വഴി തീർച്ചയായും മറുപടി കിട്ടും. പല ആളുകളും വ്യക്തിപരമായിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട്. പലപ്പോഴും വ്യക്തിപരമായ മെസ്സേജുകൾക്ക് മറുപടി തരുവാൻ കഴിയില്ല. ഗ്രൂപ്പിൽ തന്നെ എന്ത് ചോദ്യവും എന്ത് അഭിപ്രായവും നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി പറയാവുന്നതാണ്. SIT എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽ, അതായത് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഫീസ് അടച്ച് പഠിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ആ വാട്സപ്പ് ഗ്രൂപ്പിലാണ് പഠന ക്ലാസ്സുകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളായിരുന്നാലും മറ്റു കാര്യങ്ങളും പറയേണ്ടത്. ഐടെക് സിറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സജു സാറിൻ്റെ ചിത്രമുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജനറൽ ഗ്രൂപ്പാണ്. പൊതുവായ അറിയിപ്പുകളെല്ലാം പൊതുജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന അല്ലെങ്കിൽ അഡ്മിഷൻ കൊടുക്കുന്ന ഒരു ജനറൽ ഗ്രൂപ്പാണത്. അതിനകത്ത് അഭിപ്രായങ്ങൾ ഇടണമെന്നില്ല. പിന്നെ ഈ ഗ്രൂപ്പിലുള്ള ആളുകൾ ആ ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഏത് ഗ്രൂപ്പ് നിലനിർത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് നിലനിർത്തണം എന്നുള്ളതാണ് അഭിപ്രായം. മറ്റേതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഔട്ടാകാം. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സജു സാറിൻ്റെ കുടുംബാംഗവും ശ്രീമതിയും സജു സാറിനെ വളർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളും ഈ ഗ്രൂപ്പിലുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ കുടുംബസമേതം നമ്മളെല്ലാവരും ഒരു പുതിയ പാഠ്യക്രമം പഠന പരിപാടി തുടങ്ങുകയാണ്. ഒരു കുടുംബം എന്നുള്ള നിലയിൽ നമുക്ക് വളരാൻ കഴിയട്ടെ. എല്ലാവർക്കും ഈ AI പ്രയോജനം ലഭിക്കട്ടെ. നമ്മുടെ ജീവിത നിലവാരവും ഒപ്പം നമ്മുടെ നാട്ടിലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പഠിക്കാം. പഠിക്കുന്ന കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താം. ഒരിക്കൽ കൂടി നന്ദി. സജു സാറിന് സ്വാഗതം. നമസ്കാരം. ക്ലാസ്സിലേക്ക് നേരത്തെ കിടക്കുകയാണ്. നമ്മളൊരു ആമുഖം ക്ലാസ് എടുത്തു. അതിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇന്നത്തെ ക്ലാസ് പൊതുവെ വിരസമാകാനാണ് സാധ്യത. കാരണം രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ പലതും അറിയുന്നവർ ഒരുപാട് പേര് നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. അവർക്കിത് സ്വാഭാവികമായിട്ടും അറിയുന്ന കാര്യങ്ങൾ വീണ്ടും പറയുന്നതിൻ്റെ ഒരു വിരസത ഉണ്ടാവും. പിന്നെ അത് അറിയാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു സരസമായി അവതരിപ്പിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ഇന്നത്തെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ധാരാളം ഓരോ ദിവസവും നൂറുകണക്കിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷനുകളാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആപ്ലിക്കേഷൻ ഏതെങ്കിലും ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിന്റെ അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അത് എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് പഠിപ്പിക്കുന്നതല്ല നമ്മുടെ കോഴ്സ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംവിധാനത്തെ ഉപയോഗിച്ച് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ടിവിറ്റിയെ വളരെ കാര്യക്ഷമമാക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മാത്രം ആപ്ലിക്കേഷനെ കൊണ്ട് മാത്രം നമുക്ക് കാര്യമായ ഗുണമുണ്ടാവില്ല. മറ്റു ചില കാര്യങ്ങൾ കൂടെ അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ പൊതുവെ പറയുന്നത്. ഇന്ന് ഒരു ചെറിയ സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് നടന്ന സംഭവമാണ്, ഒരു ചരിത്ര സംഭവമാണ്. ആറ്റില ദഹൂന. ഈ ആറ്റില മരമണ്ടനായ ഒരു രാജാവായിരുന്നു. മരമണ്ടനായ ഈ ആറ്റില ഗ്രീസിലെ ഒരു വലിയൊരു സാമ്രാജ്യം സ്ഥാപിച്ചു. മണ്ടനായ ഈ ആറ്റില എങ്ങനെയാണ് ഈ സാമ്രാജ്യം സ്ഥാപിച്ചത് എന്ന്
പിൽക്കാലത്ത് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി ഒരു പഠനം നടത്തി. ആ പഠനം നടത്തിയതിൽ കണ്ടെത്തിയത് മണ്ടനായ ആറ്റിലേക്ക് ഒരേ ഒരു കഴിവേ ഉണ്ടായിരുന്നുള്ളൂ. ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്താൻ ആറ്റിലേക്ക് അറിയാം. ബുദ്ധിമാന്മാരെ പ്രയോജനപ്പെടുത്താൻ അറിയാവുന്ന ഒറ്റ കഴിവ്, വേറൊന്നും അദ്ദേഹത്തിന് അറിയില്ല. ആ ഒരു കഴിവ് കൊണ്ടാണ് അദ്ദേഹം ഗ്രീസിലെ ഏറ്റവും വലിയ സാമ്രാജ്യം സ്ഥാപിച്ചത്. ഇത് ഒരു ചരിത്രം, വസ്തുത. നമ്മുടെ നാട്ടിലും നമ്മുടെ ചുറ്റുപാടും നോക്കുക. നിങ്ങളുടെ കൂടെ പഠിച്ചവരിൽ ഏറ്റവും പഠിക്കാൻ മിടുക്കനായ ആളല്ല പ്രൊഫഷണൽ ആയാലും സാമ്പത്തികമായാലും ഔദ്യോഗിക സ്ഥാനമായാലും ആ നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ പല സമ്പന്നരും നേട്ടങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാരും എല്ലാം പഠിക്കാൻ വലിയ മിടുക്കന്മാരൊന്നും ആയിരിക്കില്ല, വലിയ കഴിവുകളും ഉണ്ടായിരിക്കില്ല. പക്ഷേ അവരുടെയും വിജയ രഹസ്യം എടുത്ത് നോക്കിയാൽ ബുദ്ധിമാന്മാരെ അവർക്ക് പ്രയോജനപ്പെടുത്താൻ അറിയാമെന്ന് നിങ്ങളുടെ നിരീക്ഷണത്തിൽ നിന്ന് കണ്ടെത്താനാകും. ഇപ്പൊ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇത് അസാധാരണമായ ബുദ്ധിയുള്ളൊരു കക്ഷി, അപാരമായ ബുദ്ധിയുള്ളൊരു സാധനം. ഈ അസാധാരണമായ ബുദ്ധിയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കണം. അതിന് ചില സ്കില്ലുകൾ വളരെ പ്രാധാന്യമാണ്. അത്തരത്തിലുള്ള സ്കില്ലുകളിലൂടെ മാത്രമേ നമുക്കിതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കില്ലിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഈ ക്ലാസ്സിന് നമ്മൾ ഇന്നൊരു പേരിട്ടിരിക്കുന്നു ദ ഫോണ്ട്, അക്ഷരങ്ങൾ. ഈ കോഴ്സിനെ കുറിച്ചുള്ള അറിയിപ്പുകൾ നോട്ടീസൊക്കെ തന്നതിൽ പങ്കേഷ് സാർ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ കമ്പ്യൂട്ടർ അറിയണമെന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ ഇംഗ്ലീഷ് അറിയണമെന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠിക്കാൻ മലയാള ഭാഷ പോലെ എഴുതാൻ തന്നെ അറിയണമെന്നില്ല, പറയാൻ മാത്രം അറിഞ്ഞാൽ മതി. നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കാനുള്ള ഒരു അറിവ് മതി ഈ സാങ്കേതിക വിദ്യയെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ. അതെങ്ങനെ? അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഈ സാങ്കേതിക വിദ്യയെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്താണ് നമ്മുടെ മാതൃഭാഷ. ആ മാതൃഭാഷയിലൂടെ നമുക്ക് എന്തും പറഞ്ഞു നിൽക്കാനാവും, എന്തും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആ സ്ട്രെങ്തിൽ നിന്ന്, നമ്മുടെ ആ കരുത്തിൽ നിന്ന് ആണ് നമ്മൾ ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും തയ്യാറാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഏതാണ്ട് 73 പേരായി കഴിഞ്ഞു. ക്ലാസ്സിലുള്ള ഏതാണ്ട് എല്ലാവരും എത്തി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് തുടങ്ങാം. നമ്മുടെ ഭാഷയില്, അതായത് നമ്മുടെ ഭാഷ മലയാളത്തിൽ ചില പരിമിതികളുണ്ട്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ മലയാളത്തിൽ നമ്മൾ DTP എടുക്കാൻ കൊണ്ടുപോകുന്നു. ഈ DTP എടുത്ത സാധനം, ആ DTP എടുത്ത ആ ഒരു സോഫ്റ്റ് കോപ്പി, അതിൽ നിന്ന് നമ്മൾ ചില ഭാഗങ്ങൾ കോപ്പി ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പേസ്റ്റ് ആവില്ല. ചിലപ്പോൾ ചിഹ്നങ്ങളായിട്ടോ ചിലപ്പോൾ കട്ടകളായിട്ടോ ഒക്കെ ആയിരിക്കും അത് കാണുന്നത്, ചിലപ്പോൾ ഒന്നും കാണില്ല. അതുപോലെ തന്നെ നിങ്ങൾ പല മലയാളത്തിലുള്ള പല പത്രങ്ങളും പല വിവരങ്ങൾ വിക്കിപീഡിയയിലോ അല്ലെങ്കിൽ അതുപോലുള്ള പല സാധനങ്ങളിലൊക്കെ ഉള്ള വിവരങ്ങൾ, ഓൺലൈനിൽ നിന്ന് മലയാളത്തിലുള്ള വിവരങ്ങൾ കോപ്പി ചെയ്ത് നിങ്ങൾ വേർഡിൽ പേസ്റ്റ് ചെയ്താൽ പോലും ഒരു റീഡബിലിറ്റി ഉള്ള രീതിയിലായിരിക്കില്ല വേർഡിൽ കാണുന്നത്. അക്ഷരങ്ങളൊക്കെ ഇരുന്ന് അടയാളങ്ങളൊക്കെ ഒന്ന് മാറിയായിരിക്കും വേർഡ് തന്നെ ഉള്ളത്. നിങ്ങൾ പേജ് മേക്കറിലേക്ക് ഒന്ന് പേസ്റ്റ് ചെയ്താലോ, പേജ് മേക്കറിൽ പേസ്റ്റ് ആവേയില്ല. ഒന്നുകിൽ നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യചിഹ്നം, അല്ലെങ്കിൽ കട്ടകളായിരിക്കും, അല്ലെങ്കിൽ ഒന്നും കാണില്ല. ഫോട്ടോഷോപ്പിലും കോറൽ ഡ്രോയിലും കൊണ്ടൊന്ന് പേസ്റ്റ് ചെയ്താൽ ഇത് തന്നെ അവസ്ഥ. ഇതെന്താ സംഭവം? നമുക്കൊരു ഔട്ട്പുട്ട് വേണ്ടേ? നമ്മൾ AI-യുടെ സഹായത്തോടു കൂടി നിങ്ങളൊരു കവിതയോ കഥയോ ഒക്കെ തയ്യാറാക്കി ഈ കഥയും കവിതയും ഒക്കെ ഒന്ന് പ്രിന്റ് ചെയ്യണ്ടേ? അല്ലെങ്കിൽ ഒരു റീഡബിലിറ്റി ഉള്ള രീതിയിൽ ഉണ്ടാക്കണ്ടേ? നിങ്ങളൊരു പോസ്റ്റർ തയ്യാറാക്കി ആ പോസ്റ്ററിൽ നല്ല ഓർണമെന്റൽ ആയിട്ടുള്ള അക്ഷരങ്ങൾ കൊടുക്കണ്ടേ? പറ്റുന്നില്ല. ഇംഗ്ലീഷിൽ പറ്റും, മലയാളത്തിൽ പറ്റുന്നില്ല. അപ്പോ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് പൊതുവായി പഠിക്കുന്നത്. അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. നമുക്കതിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മുടെ കമ്പ്യൂട്ടറിൽ 137 ഭാഷകൾ വഴങ്ങും.
കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറാണ്, ലാപ്ടോപ്പും കമ്പ്യൂട്ടർ എന്താ. ഇതിലൊക്കെ ഈ ഓൺലൈനിൽ ഇന്റർനെറ്റിൽ 137 ഭാഷകൾ 137 ഭാഷകളിലായിട്ട് 1,43,000 അക്ഷരങ്ങൾ കമ്പ്യൂട്ടറിനുണ്ട്. ഈ 137 ഭാഷയും 1,43,000 പരമെന്ന് പറയുന്ന അത്രയും അക്ഷരങ്ങളും ഒക്കെ ചേർന്ന ഈ സംവിധാനത്തിൽ പറയുന്നതാണ് യൂണിക്കോഡ്, ഒരു യൂണിവേഴ്സൽ കോഡ്. നമ്മൾ പറഞ്ഞു, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു, മാതൃഭാഷ നമുക്ക് അറിഞ്ഞാൽ മതി, ലോകത്തെ ഏത് ഭാഷയിലേക്കും നമുക്ക് സംസാരിക്കാം. ലോകത്തിലെ ഏത് ഭാഷയിൽ കിട്ടുന്ന ഒരു ഡോക്യുമെന്റ് നമ്മുടെ മാതൃഭാഷയിൽ നമുക്ക് വായിക്കാം. ഇതൊക്കെ സാധ്യമാകുന്നത് ഈ യൂണിവേഴ്സൽ സംവിധാനം ഉള്ളതുകൊണ്ടാണ്. അതിനെയാണ് നമ്മൾ യൂണിക്കോഡ് എന്ന് പറയുന്നത്. ഈ 137 ഭാഷകളിൽ ഒന്നാണ് നമ്മുടെ മലയാളം. അപ്പൊ മലയാളത്തില് നമ്മൾ ഈ പറയുന്ന ഭാഷയിലെ യൂണിക്കോഡിലുള്ള ഫോണ്ട് നമ്മുടെ ഗ്രാഫിക് സോഫ്റ്റ്വെയറുകളിലൊന്നും സപ്പോർട്ട് ചെയ്യില്ല. പേജ് മേക്കറിലും ഈവൻ വേർഡിൽ പോലും റീഡബിലിറ്റി ഉള്ള രീതി, വേർഡിൽ നമുക്ക് പേസ്റ്റ് ചെയ്യാം, റീഡബിലിറ്റി ഉള്ള രീതിയിൽ നമുക്ക് പ്രിന്റ് എടുക്കാനൊന്നും പറ്റില്ല. നിങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി മനോഹരമായ ഒരു പോസ്റ്റർ തയ്യാറാക്കി, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടി മനോഹരമായ ഒരു ബാനർ തയ്യാറാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു ലേബൽ തയ്യാറാക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഒരു ബ്രോഷർ തയ്യാറാക്കി, അത് നമ്മുടെ ഭാഷയിൽ നല്ല റീഡബിലിറ്റി ഉള്ള ഫോണ്ടിൽ അല്ലെങ്കിൽ വിവിധ ഫോണ്ടുകളിൽ ആകർഷകമായ ഫോണ്ടുകളിലേക്കൊക്കെ മാറ്റണ്ടേ? അങ്ങനെ മാറ്റാൻ പറ്റാത്ത സാഹചര്യം. അതായത് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിൽ കിട്ടുന്ന ഈ മലയാള ഭാഷ യൂണിക്കോഡ് ഫോണ്ടിലാണ്. യൂണിക്കോഡ് ഫോണ്ടിൽ നമുക്ക് പരിമിതമായ ഫോണ്ടുകൾ മാത്രമേ ഉള്ളൂ. രചനയെന്നും അഞ്ജലി ഓൾഡ് ലിപി എന്നൊക്കെ പറയുന്ന വിരലിലെണ്ണാവുന്ന ആ ഫോണ്ടുകൾ മാത്രമേ ഉള്ളൂ. അതേസമയം നിങ്ങളുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, നിങ്ങളുടെ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ തന്നെ ധാരാളം ഈ ഫോണ്ടുകൾ കൂടെ ഇൻസ്റ്റാൾ ചെയ്താണ് വരുന്നത്. നമ്മൾ ഏത് പെൺകുട്ടിയുടെ പേര് പറഞ്ഞാലും അതിന്റെ പേരിൽ ഒരു ഫോണ്ട് കാണും. ആതിര, അഞ്ജലി, രോഹിണി, മകയിരം, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫോണ്ടുകളുണ്ട്. ഈ ഫോണ്ടുകളൊന്നും നമുക്ക് എവിടെ എടുത്ത് കൊടുക്കാൻ പറ്റില്ല, ഇന്റർനെറ്റിൽ കൊടുക്കാൻ പറ്റില്ല. ഇന്റർനെറ്റിൽ നമ്മുടെ AI നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തിന്റെ പരിഹാരം എന്താ? ഈ പറയുന്ന യൂണിക്കോഡ് ഫോണ്ടിനെ നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഗ്രാഫിക് ഫോണ്ടുകളായിട്ട് മാറ്റണം. ഈ ഗ്രാഫിക് ഫോണ്ട് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ ഗ്രാഫിക് ഫോണ്ട് എന്ന് പറയുന്ന പ്രയോഗം ഈ സാങ്കേതികമായി നിലവിലുള്ളതല്ല. ഗ്രാഫിക് സോഫ്റ്റ്വെയറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഗ്രാഫിക് ഫോണ്ട്, നോൺ യൂണിക്കോഡ് ഫോണ്ടുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അതിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ യൂണിക്കോഡ് ഫോണ്ടുകളെ ഗ്രാഫിക് ഫോണ്ടുകളാക്കി മാറ്റുന്നത് പോലെ തന്നെ ഗ്രാഫിക് ഫോണ്ടുകളെ നമുക്ക് യൂണിക്കോഡ് ഫോണ്ടുകളായിട്ടും കൺവേർട്ട് ചെയ്യും. ഇതിന് ചില സോഫ്റ്റ്വെയറുകളുടെ സഹായം നമുക്ക് കൂടിയേ തീരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ള സോഫ്റ്റ്വെയറിലേക്ക് നമുക്ക് പോവാം. അത് നമ്മൾ ഇന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനു മുമ്പ് ചില കാര്യങ്ങൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമുക്ക് സംസാരിക്കാൻ മാത്രം അറിഞ്ഞാൽ മതി. സംസാരിക്കാൻ അറിയുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ സംസാരിക്കുന്ന നമ്മുടെ ശബ്ദത്തെ ടെക്സ്റ്റുകളാക്കി മാറ്റും. എന്താ ടെക്സ്റ്റ്? പഠിക്കാനുള്ള പാഠപുസ്തകങ്ങളെയാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു മാസിക എടുത്ത് കാണിച്ചത് ടെക്സ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് അല്ല, മാസികയാണ്. ടെക്സ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷരം, അക്കം, അടയാളം, ഇതിനെയാണ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, കോപ്പി ടെസ്റ്റ്, പേസ്റ്റ് ടെസ്റ്റ്, ഫോർമാറ്റ് ടെസ്റ്റ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അക്ഷരവും അക്കവും അടയാളവും ആണ് ഈ നമ്മുടെ ഈ പറയുന്ന ഇന്റർനെറ്റിലൂടെ ഉള്ള പ്രവർത്തനത്തിന്റെ ആധികാരികത. നമ്മൾ വോയിസ് ആയിട്ട് പറഞ്ഞു, നമ്മൾ പറയുന്നതും അത് പ്രോസസ്സ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറും? അക്ഷരവും അക്കവും അടയാളവുമായി മാറിക്കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് അതിന്റെ അപ്പുറത്തുള്ള പ്രോസസ്സ് നടക്കൂ. നമ്മൾ പറയുന്നത് അക്ഷരവും അക്കവും അടയാളവുമായിട്ട് മാറും.
അപ്പൊ നമുക്ക് അത് ഇതിനകത്ത് നമുക്ക് അക്ഷരം ശബ്ദമായിട്ട് കൊടുക്കുന്ന സാധനവും അക്ഷരവും അടയാളമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇതിനകത്ത് വോയിസ് കൊടുക്കുന്നത്? അത് നമുക്ക് പഠിക്കണം. ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യത്തിൽ മറ്റൊന്നതാണ്. വേറൊന്ന്, നമുക്ക് ഈ ടൈപ്പ് ചെയ്യണം, എഴുതണം. നമുക്ക് പറയുന്ന മാത്രമല്ല, ചില ആൾക്കാർക്ക് കൈകൊണ്ട് എഴുതിയാലേ അവരുടെ ക്രിയേറ്റിവിറ്റി വരുള്ളൂ, അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയാലേ ആ എഴുത്ത് നടക്കുള്ളൂ, അല്ലെ? അപ്പൊ നമുക്ക് കൈകൊണ്ടൊക്കെ എഴുതാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട്. പലരും ഒരുപാട് പേര് ഇത് ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ടൈപ്പ് ചെയ്യണം. നമുക്ക് ഉള്ള കീബോർഡ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അത് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്നു, അത് മലയാളത്തിലേക്ക് മാറുന്നു. അതിന്റെ പിന്നിലുള്ള സംഭവം ഒന്ന് പഠിക്കണം. പിന്നെ ഇത്രയും പഠിച്ചതിന് ശേഷം നമുക്ക് ഗൂഗിൾ ലെൻസ് എന്നൊരു കാര്യം കൂടെ നോക്കുന്നതോടുകൂടി ഇന്നത്തെ ക്ലാസ് നമ്മൾ പൂർത്തിയാവും. ഏതെങ്കിലും കാരണവശാൽ ഇന്ന് നമ്മൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിച്ചില്ല എങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ക്ലാസ് കൂടെ വെക്കേണ്ടി വരും. നമ്മൾ ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലാണ് നമ്മൾ ക്ലാസ് വെച്ചിരിക്കുന്നത്. ഇന്ന് ബുധനാഴ്ചയാണ്, ഇന്ന് 15-ാം തീയതിയാണ്. അതുപോലെ തന്നെ മലയാള മാസം 1-ാം തീയതി കൂടിയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയ ഒരു ദിവസമൊക്കെയാണ് ബുധനാഴ്ച എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തുകൊണ്ടും ഒരു സുന്ദരമായ ദിവസത്തിലാണ് നമ്മൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്ത ക്ലാസ് വരുന്നത് നാളെയല്ല, അടുത്ത ചൊവ്വാഴ്ചയാണ്. ചൊവ്വയും വ്യാഴവും പിന്നെ റെഗുലറായിട്ട് ആ രീതിയിൽ പോകും. ഇന്ന് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ ഈ അടുത്ത ചൊവ്വാഴ്ചക്ക് മുമ്പ് ഒരു എക്സ്ട്രാ ക്ലാസ് കൂടെ വയ്ക്കുക. അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കജാക്ഷൻ സാറ് തരും. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യം വോയിസ് ടൈപ്പിങ്ങിലേക്ക് കിടക്കാം. പലരും ഉപയോഗിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് സംസാരിക്കുമ്പോൾ അത് അക്ഷരങ്ങളാക്കി മാറ്റുന്നു, അല്ലെ? അങ്ങനെ സംസാരിക്കുമ്പോൾ അക്ഷരങ്ങളാക്കി കമ്പ്യൂട്ടറിൽ സംസാരിക്കുമ്പോൾ അതിനെ ടെക്സ്റ്റ് ഫോമിലേക്ക് മാറ്റാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ. നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മളിവിടെ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന സാധനമാണ്. ധാരാളം പേർക്ക് അറിയാം. എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണോ പോലെ ഞാനൊന്ന് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. ഗൂഗിളിന്റെ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ അവരുടെ ഒരു പ്രോഗ്രാം മെനു കാണും. ഈ ബട്ടണുകൾ 3 ബട്ടൺ വെച്ച് 3 ലൈൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ ട്രാൻസ്ലേറ്റർ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേറ്ററിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് നമ്മുടെ ഭാഷ 2 പാനാണ്, ഒരു ലെഫ്റ്റ് പാന്, റൈറ്റ് പാന്. ലെഫ്റ്റ് പാനിൽ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്, റൈറ്റ് പാനിൽ നമ്മൾ ഏത് ഭാഷയിലേക്കാണോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ടത്, നമ്മൾ മലയാളത്തിൽ പറയുന്നു അത് ഇംഗ്ലീഷിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ടതെങ്കിൽ അത് അവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യണം. ഇവിടെ നമ്മൾ മലയാളം, ഇവിടെ നിന്ന് ഇതിനകത്ത് ലഭ്യമായ ഭാഷകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ഇവിടെ ഒരു മൈക്ക് ഉണ്ട്. മൈക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതെല്ലാം ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞു, അല്ലെ? അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നു. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് വേഗത്തിലാണ്. വേഗത്തിൽ ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്ത് വന്നു, അല്ലെ? അത് ഇംഗ്ലീഷിലേക്ക് വന്നു. നമുക്ക് ഇംഗ്ലീഷിലേക്ക് അത് വേണമെങ്കിൽ നമുക്കത് കേൾക്കുകയും ചെയ്യാം. മലയാളത്തിൽ അത് മലയാളത്തിലും കേൾക്കാം. ഇവിടെ ഒരു സ്പീക്കർ ബട്ടൺ ഉണ്ട്. സ്പീക്കർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ I speak Malayalam. Speak fast and type fast in Malayalam.
ഇപ്പുറത്തേല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് വേഗത്തിലാണ്, വേഗത്തിൽ ടൈപ്പ് ചെയ്യണം മലയാളത്തിൽ. ഇവിടെ ഒരു സ്പീക്കർ ബട്ടൺ ഉണ്ട് ഇപ്പോഴത്തെ. ഓക്കെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞത് ഇതൊന്നും അല്ല, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യങ്ങൾ നമ്മളെ ഇതിലേക്ക് ടൈപ്പ് ചെയ്യുന്നതിനെ കുറിച്ച് യൂണിക്കോണിനെ കുറിച്ചും പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോ വളരെ ഈ അടയാളങ്ങളൊക്കെ ഇടാൻ വളരെ പ്രയാസമാണ് അല്ലെ. അടയാളം കൊടുക്കണം, കുറച്ചുകൂടി നല്ല പെർഫെക്റ്റ് ആയ രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യണം. അങ്ങനെ ടൈപ്പ് ചെയ്യാൻ കുറച്ചുകൂടെ മനോഹരമായ രീതിയിൽ അടയാളങ്ങളൊക്കെ കൊടുത്ത് ടൈപ്പ് ചെയ്യാൻ മറ്റൊരു ആപ്ലിക്കേഷൻ സഹായം നമുക്ക് തരാം. ഇത് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണ്. ഈ ട്രാൻസ്ലേറ്ററിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടൈപ്പ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിലേക്ക് കൺവെർട്ട് ചെയ്ത് തരും. ഞാനിത് വേഗത്തിൽ പറഞ്ഞു പോയത് ഇത് ബഹുഭൂരിപക്ഷം പേർക്കും അറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്മളൊരു എക്സ്ട്രാ ക്ലാസ്സിലൂടെ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ. അപ്പോ നമുക്ക് ഞാനിതിവിടെ ഈ സ്ക്രീൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി ഭംഗിയായി മലയാളം ടൈപ്പ് ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ എടുക്കാം. കത്തുകളൊക്കെ തയ്യാറാക്കുന്നവർ, ലേഖനങ്ങളൊക്കെ തയ്യാറാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റുകളോ വാട്സാപ്പ് മെസ്സേജുകളോ ഒക്കെ തയ്യാറാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് നമ്മൾ പോകുന്നത്. സ്പീച്ച് ടൈപ്പ് .in എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സ്പീച്ച് ടൈപ്പ്, ഇതൊന്നും AI സാധനമല്ല കേട്ടോ. സ്പീച്ച് ടൈപ്പ് .in. ഈ സ്പീച്ച് ടൈപ്പ് .in ഇതിന്റെ എല്ലാം ലിങ്ക് അല്ലെങ്കിൽ ഇതിന്റെ നമ്മുടെ ഒരു പുസ്തകം, ഇതിന് ഇന്നത്തെ ക്ലാസ് സംബന്ധിച്ച് 2 ഭാഗങ്ങളുള്ള ഒരു പുസ്തകം നിങ്ങൾക്ക് തരും. അതിന്റെ ആദ്യത്തെ ഭാഗം ഇന്ന് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഇടും. ഒരു 9 പേജ് ഉള്ള സാധനമാണ്. അത് കഴിഞ്ഞിട്ട് ഈ വരുന്ന 3-4 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ അടുത്തൊരു ഭാഗം പുസ്തകം കൂടെ വരും. അതിനകത്ത് ഇത് സംബന്ധിച്ചിട്ടുള്ള ഇതിന്റെ സൈറ്റ് അഡ്രസ് ഒക്കെ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ ഈ സ്പീച്ച് ടൈപ്പ് .in എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ഇതിനകത്ത് നമ്മൾ ഈ മൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കുന്നതിന്റെ കൂടെ നമുക്ക് കോമ, ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയുള്ള എന്ത് അടയാളം വേണമെങ്കിലും ഇവിടെ ഉണ്ട്. നമ്മൾ ഒരു സെന്റൻസ് സംസാരിച്ചു കഴിഞ്ഞ് പൂർത്തിയാക്കും. ഫുൾ സ്റ്റോപ്പിന്റെ ആണെങ്കിൽ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, കോമയുടെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ഇവിടെ കോളൻ, സെമി കോളൻ, ഓപ്പൺ, ഇത് അങ്ങനെയുള്ള ബ്രാക്കറ്റ് അടക്കമുള്ള എല്ലാ സാധനങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഞാനിതിനകത്ത് മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കുകയാണ്. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നു. എനിക്ക് നന്നായി മലയാളത്തിൽ എഴുതാൻ അറിയാം. മലയാളം മാത്രമല്ല, എനിക്ക് തമിഴും അറിയാം, തെലുങ്കും അറിയാം. അപ്പോ ഞാനിത് അവസാനിപ്പിച്ച്, അപ്പൊ നമുക്ക് ഇതിന്റെ സെമി കോളൻ, ഫുൾ സ്റ്റോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ വളരെ വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ കീബോർഡ് ഉപയോഗിച്ചോ ടൈപ്പ് ചെയ്യുന്നതിനേക്കാളും വളരെ വേഗത്തിൽ നമുക്ക് ഇതിനകത്ത് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ. ഇതിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന വേറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധനങ്ങളുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് കോപ്പി ചെയ്ത് നമുക്ക് മെയിലിലോട്ടോ വാട്സാപ്പിലേക്കോ ഫേസ്ബുക്ക് പോസ്റ്റിലേക്കോ ഒക്കെ നമുക്ക് കൊടുക്കാം.
ഇതിനെ നമുക്ക് പ്രിന്റ് എടുക്കാൻ കണക്കാക്കുന്ന വിധത്തിൽ പേജ് മേക്കറിൽ കൊടുക്കാൻ പറ്റില്ല. പേജ് മേക്കർ എന്ന് കൊടുക്കാൻ പറ്റും. പേജ് മേക്കർ എന്താ? പേജ് മേക്കറില് എന്ത് ചെയ്യില്ല? യൂണിക്കോഡ് സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ? പേജ് മേക്കർ യൂണിക്കോഡ് വരുന്നതിന് മുമ്പ് വന്ന സാധനമാണ് പേജ് മേക്കർ. അത്രമാത്രം പ്രാകൃതവും പുരാതനവുമായ സാധനമാണ് പേജ് മേക്കർ. പക്ഷെ പേജ് മേക്കർ ഇന്ന് ലോകത്ത് ഉപയോഗിക്കുന്ന രണ്ടേ സ്ഥലങ്ങളേ ഉള്ളൂ. ഒന്ന് കേരളവും മറ്റൊന്ന് തമിഴ്നാടും. ശിവകാശിയിലെ പ്രസ്സുകാരെല്ലാം പേജ് മേക്കർ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്നും കേരളത്തിലും തമിഴ്നാട്ടിലും പേജ് മേക്കർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കമ്പനി തന്നെ പേജ് മേക്കർ പിൻവലിച്ചു. ഞാനുൾപ്പെടെ പലരും ഈ ഇത് ഡോക്യുമെന്റ് തയ്യാറാക്കാൻ പേജ് മേക്കറാണ് ഉപയോഗിക്കുന്നതെന്ന് വേറൊരു സത്യം. ഓക്കെ, അപ്പോ നമുക്ക് പേജ് മേക്കറിൽ കൊടുക്കാൻ പറ്റില്ല. ഓൺലൈനിലായിട്ടുള്ള എവിടെയും നമുക്ക് ഈ സ്പീച്ച് ടൈപ്പ് എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ അടയാളങ്ങളൊക്കെ കൊടുത്ത് നന്നായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഈ ടൈപ്പ് ചെയ്ത സാധനം നമുക്ക് നേരത്തെ പറഞ്ഞു നമുക്കൊരു പ്രശ്നമുണ്ട്. ഇത് നമുക്ക് എവിടെ പറ്റില്ല? വേർഡിൽ പറ്റില്ല, പേജ് മേക്കറിൽ പറ്റില്ല. ഇത് വെച്ച് നമുക്ക് കോർണർ ഡ്രോയിൽ കൊണ്ടുവന്ന ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, ഒരു ഫ്ലക്സ് ഡിസൈൻ ചെയ്യാൻ പറ്റില്ല, ബാനർ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇതിന് നമ്മൾ തയ്യാറാക്കിയ ഈ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? കൺവെർട്ട് ചെയ്യണം. യൂണിക്കോഡിനെ ഗ്രാഫിക് ഫോണ്ടായിട്ട് കൺവെർട്ട് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ കമ്പ്യൂട്ടറിലെല്ലാം ധാരാളം ഗ്രാഫിക് ഫോണ്ടുകളുണ്ട്. അതിനെയൊക്കെ TTF എന്നാ പറയുന്നത്. TT ഫോണ്ടുകൾ, MLTT എന്ന് നിങ്ങൾ കണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം. TT എന്ന ട്രൂ ടൈപ്പ് ഫോണ്ടുകൾ, ഗ്ലിഫുകൾ എന്നൊക്കെ പറയുന്നത് ഗ്രാഫിക് ഫോണ്ടുകൾ. അപ്പൊ അവിടെ ഇതിനെ നമുക്ക് കൺവെർട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ധാരാളം നിങ്ങൾ ഒരു DTP സെന്ററോ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ധാരാളം സ്ഥിരമായിട്ട് ധാരാളം പേജുകൾ നിങ്ങൾ DTP ചെയ്യുന്ന ആളാണെങ്കിൽ അതിന് പറ്റിയ ഒരു സാധനം, ഓഫ്ലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു സോഫ്റ്റ്വെയർ ആണ് ടൈപ്പിറ്റ്. ഗൂഗിളിൽ പോയി ടൈപ്പിറ്റ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ടൈപ്പിറ്റിന്റെ പേജിലെത്തും. ഒരുപാട് പോർട്ടലുകൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈപ്പിറ്റ് എന്ന ആപ്ലിക്കേഷനിലൂടെ ഇതിനെ കോപ്പി ചെയ്ത് ടൈപ്പിറ്റിൽ പേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെ TT ഫോണ്ടുകളിലേക്ക് ആക്കി മാറ്റി, MLTT ഫോണ്ടിലേക്ക്. പിന്നെ നിങ്ങൾക്ക് ഏത് ഫോണ്ടിലേക്ക് വേണം അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓർണമെന്റൽ ഫോണ്ടില് അഞ്ജലിയോ ആതിരയോ അശ്വതിയോ പിന്നെ രേവതിയോ ഏത് ഫോണ്ടിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാറ്റാൻ കഴിയും. ഓക്കെ, അപ്പോ എന്നാൽ ഇത് ഓൺലൈനിൽ ചെയ്യണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ടൈപ്പിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പറ്റില്ല. നമുക്ക് വേഗം സാധനം ഇതിന്റെ TT ഫോണ്ടുകളായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ അതിന് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്, ഒരു LSGയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, യൂണിക്കോഡ് കൺവെർട്ടർ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. നമ്മളെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു ആപ്ലിക്കേഷനാണ്. ഗവൺമെന്റ് അംഗീകൃതമാണ്, PSC അംഗീകൃതമാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. തമാശയായിട്ട് വേണം. അപ്പൊ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഈ നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ യൂണിക്കോഡ് ഫോണ്ടിലുള്ള സാധനത്തെ നമുക്ക് ഹലോ, ഞാൻ അതിലേക്ക് പോവുകയാണ്.
ഇതാണ് ഇത് lsgkerala.gov.in. ഇതിന്റെയൊക്കെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഇടാം. അത് വളരെ ഈസി ആയിട്ട് പറ്റും. ഇതിനകത്ത് നമ്മൾ ഈ MLTT രേവതി എന്നാണ് കാണുന്നതെങ്കിൽ ഇത് എനിക്കിത് ഒന്ന് തെറ്റിപ്പോയി. ഇത് നമ്മൾ MLTT ഫോൺ, അതായത് നമ്മൾ DTP സെന്ററിൽ നിന്ന് DTP എടുത്ത് തരുന്ന സാധനത്തെ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യാം. നമ്മൾ മെയിൽ അയക്കാനോ വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് യൂണിക്കോഡായിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇത്. യൂണിക്കോഡിനെ ഗ്രാഫിക് ഫോണ്ടായിട്ട് കൺവെർട്ട് ചെയ്യണമെങ്കിൽ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. ഞാൻ അതിലേക്ക് പോവാം. ഇത് TT ഫോണ്ടിനെ MLTT ഫോണ്ട്, അതായത് നമ്മൾ DTP സെന്ററിൽ നിന്ന് അല്ലെങ്കിൽ TT ഫോണ്ടുകളായിട്ട് വരുന്ന സാധനത്തെ യൂണിക്കോഡ് ഫോണ്ടായിട്ട് കൺവെർട്ട് ചെയ്യാനുള്ള സാധനമാണ്. അതിന് നമ്മൾ ഇതാണ്. ഇതില് ചില പരസ്യങ്ങളൊക്കെ വരും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്, അതുകൊണ്ടാണ് ഇത് പരസ്യം വരുന്നത്. ഇത് hindi-typing.info എന്ന് പറയുന്നൊരു ഒരു പോർട്ടലാണ്. ഇവിടെ നമ്മൾ യൂണിക്കോഡിനെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂണിക്കോഡ് ഫോണ്ട് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത് ഇതിനെ നമുക്ക് കൺവെർട്ട് MLTT ഫോൺ, ആ യൂണിക്കോഡ് ഫോണിനെ MLTT ഫോണ്ടായിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് MLTT ഗ്രാഫിക് ഫോണ്ടായിട്ട് ഈ ഫോണ്ടിനെ നമുക്ക് പേജ് മേക്കറിലോ DTP ഫോട്ടോഷോപ്പിലോ കോറൽ ഡ്രോയിലോ വേർഡിലോ ഏത് സാധനത്തിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്താലും ഈ ഫോണ്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മനോഹരമായ ഫോണ്ടായോ അവിടെ വന്ന് നിങ്ങൾക്ക് വേറെ ഏത് ഓർണമെന്റൽ ഫോണ്ടുകളായിട്ട് എന്ത് ഫോണ്ടുകളായിട്ടും നമുക്ക് ഇതിനെ നമുക്ക് മാറ്റാം. ഇപ്പോൾ ക്യാൻവ അടക്കമുള്ള സാധനങ്ങൾ നന്നായിട്ട് പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യാൻ നമുക്ക് അങ്ങനെ പോസ്റ്ററുകളൊക്കെ ഡിസൈൻ ചെയ്ത് വരുമ്പോൾ അതിനകത്ത് ഒരു ഫോണ്ട് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ക്യാൻവയിൽ നമ്മൾ ഡിസൈൻ ചെയ്ത ബാക്ക്ഗ്രൗണ്ടും മറ്റു സാധനങ്ങളും ഒക്കെ എടുത്ത് നമ്മളിവിടെ കൊടുക്കുന്നു. വേർഡില് നിങ്ങൾക്ക് പവർപോയിന്റിൽ കൊടുക്കാം, വേർഡിൽ കൊടുക്കാം, പേജ് മേക്കറിൽ കൊടുക്കാം, കോറൽ ഡ്രോയിൽ. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് ആപ്ലിക്കേഷൻ ആണോ ഗ്രാഫിക് ഫോണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഏത് ആപ്ലിക്കേഷനാണോ അവിടെ കൊണ്ടുവന്ന് ഇതിന് ഡൗൺലോഡ് പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് എന്താണ് ഈ ഫോണ്ട് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനോഹരമായ ഈ സാധനങ്ങളെല്ലാം തയ്യാറാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ്. അതായത് ഇത് ഇത്രയും വിരസമായ ഒരു കാര്യമാണ്. ഇത്രയും വിരസമായ ഒരു ക്ലാസ് ഇനി ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. ഉപയോഗിക്കാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലായി കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ആ ഒരു മെറ്റീരിയൽ കൂടെ നിങ്ങൾക്കൊരു കോഴ്സ് വെയർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെറ്റീരിയൽ കൂടെ നമ്മൾ ഡിജിറ്റൽ ഫോമിൽ നമ്മുടെ ഗ്രൂപ്പിലിടും. അത് ഡൗൺലോഡ് ചെയ്ത് വായിക്കുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും, വ്യക്തമാവും. ഓക്കെ, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. നമുക്കിപ്പോ 8:39 ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കൂടെ നമുക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഈ ഭാഗം വളരെ വേഗത്തിലാണ് പോയത്. വേഗത്തിൽ പോകാൻ കാരണം ഇത് അറിയാവുന്ന ഒരുപാട് പേര് നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളത് കൊണ്ടാണ്. മാത്രമല്ല നമുക്ക് ഈ ഞാൻ തരുന്ന ഒരു മെറ്റീരിയലിന്റെ സഹായത്തോടു കൂടി കുറച്ചുകൂടെ വ്യക്തമായി നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും പറ്റും. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ പറയുക. ഞാനത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായി അത് ബോധ്യപ്പെടുത്തി തരുന്നതായിരിക്കും. ഓക്കെ, ഇത് സംബന്ധിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ചോദിക്കാം. സിസ്റ്റർ ചോദിക്കണം. ചോദിക്കോ?
ഹലോ സാർ, എനിക്ക് ഈ ലിങ്കിൽ പെട്ടെന്ന് കയറാനൊന്നും പറ്റിയില്ല. അപ്പൊ അതാത് ദിവസം ഏറ്റവും അവസാനം ഒരു ലിങ്ക് ഒന്ന് തന്നിട്ടാൽ എളുപ്പം. ഇപ്പൊ പങ്കജേഷൻ സാർ തന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കയറാൻ പറ്റി. എനിക്കതിൽ കയറാൻ പറ്റിയില്ല ആദ്യം. അതുമല്ല, ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തൊന്നും മനസ്സിലായിട്ടുമില്ല. ഓക്കെ ഓക്കെ, അത് ക്ലിയർ ആക്കാം സാർ. അത് ഇതിപ്പം കമ്പ്യൂട്ടർ ഡിവൈസിലാണല്ലോ പറഞ്ഞത്, നമ്മളെ മൊബൈൽ ഫോണിൽ. കമ്പ്യൂട്ടറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നമ്മളെ മൊബൈലില് ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യം ആണ് അടുത്ത് പറയാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു. സാറേ, ടൈപ്പിറ്റ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ചെയ്യുന്ന കാര്യമാണോ? ഏത്? കമ്പ്യൂട്ടറിലേ ചെയ്യാൻ പറ്റുള്ളൂ. ടൈപ്പിറ്റ് കമ്പ്യൂട്ടറിലേ ചെയ്യാൻ പറ്റുള്ളൂ. മൊബൈലിലേക്കുള്ള വന്നില്ല. മൊബൈലിലേക്ക് ഇതിന് ശേഷമാണ് വരുന്നത്. ഓ ശരി ശരി, ആയിക്കോട്ടെ, താങ്ക് യു. ഓക്കെ. സാർ, ഇവിടെ യൂണിക്കോഡ് കൺവെർട്ടർ ടു MLTT ആണ് പറഞ്ഞത്. MLTT പറയുമ്പോൾ നമുക്ക് അത് വേർഡിലേക്ക് പറ്റുമോ? അതാണ് സംശയം. സാർ, MLTT വേർഡിൽ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് MLTT ഫോണ്ട് ഉണ്ടെങ്കിൽ ഏത് ആപ്ലിക്കേഷനിലും MLTT ഫോണ്ട് ഉണ്ട്. നിങ്ങൾ കമ്പ്യൂട്ടർ വാങ്ങുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ നിങ്ങൾ വാങ്ങുന്ന സ്ഥാപനം ഈ MLTT ഫോണ്ടുകളെല്ലാം ഇൻസ്റ്റാൾ ചെയ്താണ് തരുന്നത്. മലയാളം ഫോണ്ട് വേണമെന്ന് പറയുമ്പോൾ ഈ MLTT ഫോണ്ടുകൾ മൊത്തം ഇൻസ്റ്റാൾ ചെയ്താണ് തരുന്നത്. അതിൽ ഒരുപാട് നല്ല ഫോണ്ടുകളുണ്ട്, ധാരാളം ഫോണ്ടുകളുണ്ട്. നമ്മൾ ഈ കാണുന്ന പോസ്റ്ററുകളിലും മാഗസീൻസിലും ഒക്കെ കാണുന്ന മനോഹരമായ മലയാള ഫോണ്ടുകളെല്ലാം ഈ MLTT ഫോണ്ടുകളാണ്. പണ്ട് ജേക്കബ് ഫോണ്ട്, മനോരമ ഫോണ്ട്, മാതൃഭൂമി ഫോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫോണ്ടുകൾ ഉണ്ടായിരുന്നു. നമ്മള് 90കളുടെ അവസാനം അല്ലെങ്കിൽ 2000ത്തിന്റെ തുടക്കത്തിലൊക്കെ യൂണിക്കോഡ് വരുന്നതിന് മുമ്പേ നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൽ മനോരമ പേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. ഒരു അന്യഭാഷയെ പോലെയുള്ള ഇതിലായിരിക്കും. അതിൽ നമ്മൾ മനോരമ ഫോണ്ട് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വായിക്കാൻ പറ്റുള്ളൂ. യൂണിക്കോഡിന്റെ വരവോടുകൂടി നമുക്ക് ഇന്റർനെറ്റില് നമ്മുടെ ഭാഷയിൽ നിന്ന് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു 137 ഭാഷ ആൾക്കാർക്ക് കമ്പ്യൂട്ടറിലൂടെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അടുത്ത ആള്. നമസ്കാരം സാർ, ഞാൻ ജയപ്രകാശാണ്. ഈ LSCയുടെ ഗ്രാഫിക് ഫൗണ്ട് എന്നാണോ സാറ് പറഞ്ഞത്? LSCയുടെ ഞാൻ അതിന്റെ ലിങ്ക് തരാം, അപ്പോ പ്രശ്നമില്ല. ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ലിങ്ക് ഇടും. നമ്മുടെ നടന്ന സ്റ്റഡി മെറ്റീരിയൽ അതിനകത്ത് ആ വെബ്സൈറ്റിന്റെ അഡ്രസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, താങ്ക് യു. LSCയുടെ ഒരു ആപ്പ് നിങ്ങൾ ഗൂഗിളില് യൂണിക്കോഡ് ടു ഗ്രാഫിക് ഫോണ്ട് യൂണിക്കോഡ് കൺവെർട്ടർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്ന ഈ LSCD സാധനം തന്നെ ആയിരിക്കും. അപ്പൊ ബുദ്ധിമുട്ടില്ല കണ്ടുപിടിക്കും. നമ്മളെന്തായാലും ഇതിനകത്ത് തരുന്നതായിരിക്കും. അടുത്ത ആള്. സാർ, LSTD കഴിഞ്ഞ സാർ ഒരു ആപ്ലിക്കേഷന്റെ പേര് പറഞ്ഞ ഏതാണ് സാർ? LSTDയുടെ ആപ്ലിക്കേഷൻ നമ്മള് യൂണിക്കോഡിനെ ഗ്രാഫിക് ഫോണ്ടിനെ യൂണിക്കോഡായിട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയാണ് LSTDയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ DTP സെന്ററിൽ നിന്ന് DTP വാങ്ങിച്ചോണ്ട് വന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് കമ്പ്യൂട്ടറിൽ വാട്സാപ്പിൽ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ വാട്സാപ്പിൽ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ യൂണിക്കോഡായിട്ട് കൺവെർട്ട് ചെയ്യണം. അങ്ങനെ കൺവെർട്ട് ചെയ്യാനാണ് LSTDയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടത്. അടുത്ത സെക്കൻഡ് ആപ്ലിക്കേഷൻ സാർ പറഞ്ഞത്? അടുത്ത ആപ്ലിക്കേഷൻ രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ നമ്മൾ പത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ടൈപ്പ് ചെയ്തെടുക്കുന്നു. ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൽ ടൈപ്പ് ചെയ്ത് എടുക്കുന്ന സാധനത്തെ നമുക്കൊരു നോട്ടീസ് ആക്കണം അല്ലെങ്കിൽ ബ്രോഷർ ആക്കണം. ബ്രോഷർ ആക്കണമെങ്കിൽ ഗ്രാഫിക് ഫോണ്ടായിട്ട് മാറ്റണം. ഗ്രാഫിക് ഫോണ്ടായിട്ട് മാറ്റാൻ വേണ്ടിയാണ് ഒരു ഹിന്ദി തുടങ്ങുന്ന ഒരു വെബ്സൈറ്റ്. അതിന്റെ ലിങ്കും അതിന്റെ സൈറ്റ് അഡ്രസ്സും നമ്മുടെ സ്റ്റഡി മെറ്റീരിയലും നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്കിൽ തരുന്നതായിരിക്കും. അതായത് യൂണിക്കോഡ് ഫോണ്ടിനെ ഗ്രാഫിക് ഫോണ്ടായിട്ട് കൺവെർട്ട് ചെയ്യുന്ന സാധനം. ഓക്കെ. പിന്നെ വേറൊരു ഗിരീഷ് എന്ന് പറഞ്ഞ girish.com എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിൽ പോയാലും നമുക്ക് യൂണിക്കോഡ് ഫോണ്ടിനെ ഗ്രാഫിക് ഫോണ്ടായിട്ട് കൺവെർട്ട് ചെയ്യാം. girish.com. ഓക്കെ, അത് ഞാൻ കാണിച്ചില്ല. ഗോപാലകൃഷ്ണൻ സാർ. അത് നമ്മൾ ഈ ടൈപ്പിറ്റില് നമ്മൾ ഗ്രാഫിക് ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഇപ്പൊ വേർഡിലൊക്കെ ഇടുമ്പോൾ ആ ഫോണ്ട് വേർഡിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണ്ടേ? ആ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണ്ടേ എല്ലാ ഫോണ്ടും? അതെ സാർ, നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ വാങ്ങുമ്പോൾ തന്നെ മലയാളം ഫോണ്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം ഫോണ്ടൊക്കെ ഇൻസ്റ്റാൾ ചെയ്താണ് തരുന്നത്. അല്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഫ്രീ ആയിട്ട് TT ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്യാം. ധാരാളം TT ഫോണ്ടുകളുണ്ട്. ഇന്ദുലേഖ, അഞ്ജലി, രേവതി, രോഹിണി,
മയൂരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മനോഹരമായ TT ഫോണ്ടുകളുണ്ട്. അത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇതെല്ലാം MLTT രേവതി ഞാൻ ഉപയോഗിക്കാറുണ്ട്. MLTT രേവതി. അതെ MLTT രേവതി ഉപയോഗിക്കാൻ രേവതിയിൽ നിന്ന് തന്നെ MLTT ഫോണ്ടുകൾ നമുക്ക് മാറ്റി മാറ്റി ഉപയോഗിക്കാം. രേവതിയെ സെലക്ട് ചെയ്തിട്ട് ഇന്ദുലേഖ എടുത്തു കഴിഞ്ഞാൽ ഇന്ദുലേഖ ഫോണ്ടാവും. എല്ലാ ഫോണ്ടും ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. MLTT ഫോണ്ട് എല്ലാം കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. വേണ്ടി വരും. എല്ലാ ഫോണ്ടുകളും ഇൻസ്റ്റാൾ. ഈ ഫോണ്ടുകളെല്ലാം ഫ്രീ ആണ്. നമുക്ക് സൗജന്യമായിട്ട് ഗൂഗിളിൽ പോയി നമുക്ക് TT ഫോണ്ടുകളെ ഇൻസ്റ്റാൾ ചെയ്യാം. മിക്കവാറും എല്ലാ കമ്പ്യൂട്ടറുകളിലും കാണും. കമ്പ്യൂട്ടർ സർവീസ് ചെയ്യുന്ന ആൾക്കാർ വരുമ്പോൾ നിങ്ങൾക്ക് മലയാള ഫോണ്ടുകൾ ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ പറഞ്ഞാൽ ഒരു 10-100 ഫോണ്ടുകൾ അവർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോകും. ഫ്രീ ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. അപ്പോ ഏതാണ്ട് കാര്യം ഇനി ആരെങ്കിലും ഉണ്ടോ? യൂണികോഡ് MLTT കൺവേർഷന് വേണ്ടി അവസാനം ഒരു സൈറ്റ് പറഞ്ഞല്ലോ സാർ ഹിന്ദിയില്. ആ സൈറ്റ് നമ്മുടെ ഗ്രൂപ്പിലിടാം. നമ്മളൊരു കോഴ്സ് മെറ്റീരിയൽ തരും. അതിനകത്ത് അതിന്റെ സൈറ്റ് അഡ്രസ് ഉണ്ടാവും. ഓക്കെ സാർ. അതെല്ലാം നാളെ തന്നെ ഇതെല്ലാം ഇടുന്നതായിരിക്കും. ആദ്യത്തെ കോഴ്സ് ലെയർ ഇന്ന് തന്നെ അത് നമ്മുടെ ഗ്രൂപ്പിനകത്തിട്ട് ഇന്ന് തന്നെ ഒന്ന് വായിക്കുക. നമ്മൾ ആ ഫോണ്ടിനെ കുറിച്ച് നമുക്ക് അത്രയും വിശദമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നോട്ടിലേക്ക് വന്നത്. ആ ഫോണ്ടിന്റെ ഒരു കുറച്ച് സാങ്കേതികമായ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു 9 പേജുകൾ. 9 പേജ് എന്ന് പറയുന്ന ഒരു പേജിൽ 10-12 ലൈനേ ഉള്ളൂ. വലിയ ഫോണ്ടിൽ ഇട്ടിരിക്കുന്നത്. ഈ നമ്മൾ തരുന്ന ഈ ഡോക്യുമെന്റുകളൊന്നും തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക. ആർക്കും ഷെയർ ചെയ്യരുത്. ഇത് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം തരുന്നതാണ്. അത് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവില്ല. അത് ഈ ക്ലാസ് കേട്ടവർക്ക് മാത്രം മനസ്സിലാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓക്കെ, ഞാൻ അടുത്ത ഭാഗത്തേക്ക് പൊയ്ക്കോട്ടെ. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ഇത്തിരി വിരസമാണ്. എന്നാലും നമുക്ക് ഇത് പഠിച്ചെങ്കിൽ, ഈ കാര്യങ്ങൾ ഫോണ്ടിനെ കുറിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് ഓക്കെ ഞാൻ മോഹൻ തുടക്കത്തിൽ കയറാൻ പറ്റിയില്ല സാറ് പറയാന്ന് പറഞ്ഞു. ശരി സാർ, നമുക്ക് ഇതിന്റെ ഒരു റെക്കോർഡഡ് ക്ലാസ് സാറിന് ഇട്ട് തരാം. വിഷമിക്കണ്ട, നമ്മള് കയറാൻ പറ്റാത്ത ഭാഗങ്ങൾ സാറിന് കാണാം. ഓക്കെ, വിഷമമില്ലല്ലോ മോഹൻ സാർ? ഓക്കെ സാർ. ഓക്കെ. അപ്പൊ ഞാൻ ഇനി നമുക്ക് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോണാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്നുള്ള നിലയിൽ അത് എല്ലാവരുടെ കയ്യിലും കമ്പ്യൂട്ടറില്ല, പക്ഷെ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോണിലൂടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറെക്കുറെ എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാ ആപ്ലിക്കേഷനും ചിലതിനൊക്കെ ആണെങ്കിൽ മൊബൈൽ വെർഷൻ മാത്രമേ ഉള്ളൂ, കമ്പ്യൂട്ടർ വെർഷൻ കാണില്ല. ഓക്കെ, കമ്പ്യൂട്ടർ വെർഷൻ ഉള്ളവർക്കെല്ലാം മൊബൈൽ വെർഷനും ഉണ്ട്. ഓക്കെ, ചില ആപ്ലിക്കേഷനുകളിൽ ഒരു ഫീച്ചേഴ്സ് മൊബൈൽ വെർഷനിൽ കുറവായിരിക്കും എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ മൊബൈലിലേക്ക് പോകാൻ ഒരു 2 മിനിറ്റ് സമയം എടുക്കും. പങ്കേഷ് സാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് പറയണം. പങ്കേഷ് സാർ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം. ഓക്കെ, ഒരു മിനിറ്റ് കൂടെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് പോയി.
സാർ, ഞാൻ ഡോക്ടർ ശബരീഷാണ്. ഈ സ്ക്രീനിന്റെ മുകളിൽ ലൈവ് ഷെയറിംഗ് ഓൺ യൂട്യൂബ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു. യൂട്യൂബിൽ അല്ല, അത് പോകുന്നില്ല. അത് ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ എന്നെ കാണുന്നുണ്ടല്ലോ. എന്റെ തൊട്ടടുത്ത് കാണുന്നത് ഒരു മൊബൈൽ സ്ക്രീനാണ് കാണുന്നത്. അപ്പൊ നമുക്ക് മൊബൈലിലേക്കാണ് നമ്മൾ നോക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് മൊബൈലിൽ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ്. മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫോണ്ടുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കൊടുക്കുന്ന ആ ഒരു ഇൻപുട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഐയുടെ സഹായത്തോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. ഗൂഗിളിന്റെ ഗൂഗിൾ ജി ബോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഗൂഗിളിന്റെ ജി ബോർഡ് പ്ലേ സ്റ്റോറിൽ പോയി ജി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. പലരുടെയും മൊബൈൽ ഫോണില് പല തരത്തിലുള്ള മലയാളം ടൈപ്പിംഗ് ആപ്ലിക്കേഷൻസ് ആണ്. വോയിസ് ടു ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ കാണും, ഹാൻഡ് റൈറ്റിംഗ് ടൂൾ കാണും, മംഗ്ലീഷ് ടൂൾ കാണും. ധാരാളം മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ മലയാളം ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകൾ ഫ്രീ ആയിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിലുണ്ട്. അതൊക്കെ ആയിരിക്കും ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് വളരെ ഫാസ്റ്റ് ആയിട്ട്, ഈസി ആയിട്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മലയാള ഭാഷ, മലയാളം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷ ആയാലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗൂഗിളിന്റെ ജി ബോർഡ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, അപ്പൊ ജി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കീബോർഡ് ജി ബോർഡായിട്ട് മാറും. കീബോർഡാണ് നമുക്ക് ഏറ്റവും അഭികാമ്യമായ ഒരു ആപ്ലിക്കേഷൻ. നമ്മളിവിടെ ഞാൻ വാട്സാപ്പില് ജി ബോർഡ് എടുത്തിരിക്കുക. ഈ കാണുന്നതാണ് ജി ബോർഡ്. ഈ ജി ബോർഡിന് ഒരുപാട് വളരെ വേഗത്തിൽ, ഭംഗിയായി, അത്ഭുതകരമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുപാട് സാധ്യതകൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ജി ബോർഡിൽ തന്നെ നമുക്ക് വോയിസ് ടൈപ്പിംഗ് കൊടുക്കാം. ഞാൻ ഈ സ്ക്രീന് ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് വോയിസ് ടൈപ്പിംഗ് ഇപ്പോൾ ഇതിനകത്ത് സാധ്യമാവില്ല. ഈ കാണുന്ന ബട്ടൺ ഉണ്ടല്ലോ, ഞാൻ കൈകൊണ്ട് പ്രസ് ചെയ്യുന്ന ഈ കാണുന്നില്ലേ ബട്ടൺ, ഈ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് നമ്മൾ വോയിസ് ടൈപ്പ് കൊടുക്കാം. വോയിസ് ടൈപ്പ് കൊടുക്കുന്നതിന് മുമ്പ് ജി ബോർഡിൽ നമുക്ക് മലയാളം കിട്ടണ്ടേ? ജി ബോർഡ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ജി ബോർഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിന്റെ കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ കൊടുത്തേക്കാം. അതിനകത്ത് നമുക്ക് ഭാഷ സെലക്ട് ചെയ്യാം, 2 or 3 ഭാഷ. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും തമിഴും നിങ്ങൾ അറിയുന്ന ആളാണെങ്കിൽ ഈ 4 ഭാഷയും നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടത്തക്ക വിധത്തിൽ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഇതിനകത്ത് കാണുന്ന ഈ സ്പേസ് ബാറിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഭാഷകൾ ഇതിനകത്ത് സെലക്ട് ചെയ്യാം. ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഇംഗ്ലീഷ് കീബോർഡ്, മലയാളം കീബോർഡ്, ഇംഗ്ലീഷ് കൈയക്ഷരം, ട്രാൻസ്ലേഷൻ കീബോർഡ്, ഇത് ഇത്രയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇംഗ്ലീഷ് ഹാൻഡ് റൈറ്റിംഗ് വെക്കാം, ഹിന്ദി ഹാൻഡ് റൈറ്റിംഗ് വെക്കാം, ഹിന്ദി ടൈപ്പിംഗ് വെക്കാം. ഏത് സാധനം വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാം. അത് നമ്മുടെ ആ മെറ്റീരിയലിൽ നമ്മൾ കൃത്യമായിട്ട് അത് പറയാം. അതല്ല അത് ഒന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ക്ലാസ് വെച്ച് അതിനെ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. കാരണം ഇന്ന് നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഈ ബോർഡിൽ ഉപയോഗിച്ച് നമുക്ക് ഹാൻഡ് റൈറ്റിംഗ്, ഇപ്പൊ ഹാൻഡ് റൈറ്റിംഗ് ടൂൾ ആണെങ്കിൽ മലയാളം കൈയക്ഷരം വെച്ചിട്ട് ഞാൻ എഴുതുന്നു. ഇത് നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോ ഈ രീതിയിൽ വേണം. ഇതിനകത്തൊരു എഐയുടെ സഹായമുണ്ട്. അതിനകത്ത് അതിനെ പറയുന്നത് കറക്ഷൻ ആൻഡ് സജക്ഷൻ എന്നാണ്. നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ബാറിൽ മുകളിൽ കാണുന്ന ആ റിബണിൽ നമ്മൾ എഴുതിയതിന്റെ തെറ്റ് തിരുത്തി കാണിക്കും. ആ തിരുത്തി കാണിക്കുന്ന ഭാഗം നമ്മളൊന്ന് ചെറുതായിട്ട് ടാപ്പ് ചെയ്താൽ മതി.
അത് കറക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ അത് മലയാളമാണ്, ഇംഗ്ലീഷല്ല. ഇംഗ്ലീഷ് അത് ഗംഭീരമായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളൊരു വാക്ക് എഴുതുന്നു, ആ വാക്കുമായി അടുത്ത വാക്ക് നമ്മൾ മനുഷ്യൻ ചിന്തിക്കില്ല, അതുപോലെ AI ചിന്തിച്ചിട്ട് അതിന്റെ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് തയ്യാറാക്കുന്ന സാധനമാണ്. ഏറ്റവും സാധ്യതയുള്ള അടുത്ത വാക്ക് ഇതിന്റെ അടുത്ത് കാണാം. ഞാൻ എന്ന് കഴിഞ്ഞു എന്റെ ഏതാണെങ്കിൽ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഇതിനാണ് സജഷൻ എന്ന്, കറക്ഷൻ ആൻഡ് സജക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. അപ്പൊ നമുക്ക് വേഗത്തിൽ ടൈപ്പ് ചെയ്യണ്ട, നമ്മൾ കാര്യം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വാക്ക് ഇതിനകത്ത് വരുന്നു. അത് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും ജീബോർഡിനകത്ത്. ഓക്കെ, ഇനി ഇതിനകത്ത് തന്നെ ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും. ഇതാ ഈ കാണുന്ന നമ്മൾ നേരത്തെ കണ്ട റിബണിൽ ഇതാ ഒരു ഗൂഗിൾ ട്രാൻസ്ലേഷന്റെ ഒരു സാധനം കാണുന്നു. ഇപ്പൊ നമ്മൾ ഇനിയിപ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം യു എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞു. യു എന്ന ആപ്ലിക്കേഷനിൽ പോയി നമ്മൾ യു വാട്സാപ്പിൽ തന്നെ ഉള്ള ഒരു സാധനമാണ്. വാട്സാപ്പിൽ തന്നെ നമുക്ക് യുവിലേക്ക് വരാൻ പറ്റും. യുവില് പോയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചോദിക്കുന്നു, യുവിൻ്റെ കൂടെ ഇംഗ്ലീഷ് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് കൃത്യമായിട്ട് ഉത്തരം തരുന്നത്. കേരളത്തിൽ എത്ര നദികളുണ്ട് എന്ന് നമ്മൾ യുവിനോട് നമ്മൾ മലയാളത്തിൽ ഇവിടെ നമ്മൾ മലയാളത്തിൽ കൊടുക്കുന്നു. ഈ യുവിന്റെ ഭാഗത്ത് അത് ഇംഗ്ലീഷിൽ വരും. ഇവിടെ കണ്ടോ, നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞു യുവിനോട് നമ്മൾ ചോദിക്കുക, യുവിനോട് മലയാളത്തിലാണ് നമ്മൾ ചോദിച്ചത്. നമ്മൾ മലയാളം ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ഇംഗ്ലീഷിലേക്ക് വന്നു. ഇനി അവിടെ നമ്മൾ സെൻഡ് ചെയ്യൂ, യു കൃത്യമായ ഉത്തരം നമുക്ക് തരും അല്ലേ? ഹലോ, ഇപ്പൊ വന്നു കേരളത്തിൽ 44 നദികളുണ്ടെന്നോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ വിക്കിപീഡിയ എന്നൊരു പേജ് കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നു അല്ലെ? അപ്പൊ നമ്മള് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ജീബോർഡ് ഉപയോഗിച്ച്, ജീബോർഡിന്റെ ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തത്. ഓക്കെ, ഈ ട്രാൻസ്ലേറ്ററിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലൊന്ന് നോക്കുക. ഇനി ഇംഗ്ലീഷ് കീബോർഡ് എടുത്തു. ഇംഗ്ലീഷ് കീബോർഡിൽ നമ്മളിവിടെ ടൈപ്പ് ചെയ്തു ഹാപ്പി ബർത്ത്ഡേ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ഇതിനകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ചിഹ്നം കൊടുക്കണം. ചിഹ്നം കൊടുക്കണമെങ്കിൽ നമ്മൾ ചിഹ്നമോ അല്ലെങ്കിൽ സംഖ്യയോ കൊടുക്കണമെങ്കിൽ ഇവിടെ ഇതിന്റെ ഈ ബർത്ത്ഡേ നമുക്ക് ഇതിനെ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റണം. ഇപ്പൊ ഹാപ്പി ബർത്ത്ഡേ ക്യാപിറ്റൽ ലെറ്ററിലേക്ക് മാറ്റണം. നമ്മൾ എന്താ ചെയ്യുന്നത്? മൊത്തം ടൈപ്പ് ചെയ്തിട്ട് ഓരോ അക്ഷരങ്ങളായിട്ട് ക്യാപിറ്റൽ ചെയ്യും. അതിന്റെ ആവശ്യമില്ല. ഇതിനെ ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഈ കാണുന്ന ആരോ കീയില് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഇത് ഇപ്പോ സ്മാൾ ക്യാപ്സ് ആയി. അതായത് H ഉം B യും ക്യാപിറ്റൽ ലെറ്റർ ആയി. ഇനി ഒന്നുകൂടി അമർത്തി നോക്കൂ, ഫുൾ ക്യാപ്സ് ആയി. അതായത് നമ്മുടെ ആരോ കീയില് ഒരു പ്രാവശ്യം അമർത്തുമ്പോ സ്മാൾ ലെറ്റർ ആവും, രണ്ടാമത്തെ പ്രാവശ്യം അമർത്തുമ്പോ സ്മാൾ ക്യാപ്സ് ആവും. അതായത് ഒരു സെന്റൻസിന്റെ ഒരു വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആവും, അത് അടുത്ത് അമർത്തുമ്പോ ഫുൾ ക്യാപിറ്റൽ ലെറ്റർ ആവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ ഒരു സിമ്പല് കൊടുക്കണമെന്ന് വെക്കുക. ഈ സ്റ്റാർ കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സംഖ്യ കൊടുക്കണം, എന്തെങ്കിലും ഒരു സിമ്പൽ കൊടുക്കണമെങ്കിൽ നമ്മൾ അത് അടിക്കേണ്ട. ഇവിടെ നിന്ന് നമ്മൾ ഒരു ഇത് നമ്മള് ഇതിനകത്ത് എല്ലാ ഫീച്ചറുകളും ഈ
ഈ ഇതില് പിന്നെ ഇതില് കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്, നെറ്റിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, സ്ക്രീൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് ഇത് വർക്കൗട്ട് ആവില്ല. അതായത് നമ്മൾ ഇവിടെ ഈ ഒരു സിമ്പലാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് ആ സിമ്പലിലേക്ക് ഒന്ന് വരച്ചു വിട്ട് കഴിഞ്ഞാൽ ആ സിമ്പൽ അവിടെ വരും. അതവിടെ വന്നു. ഇനി ഈ ഹാപ്പി ബർത്ത്ഡേ ഈ ബി ഒന്ന് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ മൗസ് കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ ഈ ഇംഗ്ലീഷ് നമ്മുടെ സ്പേസ് ബാറിൽ ഒന്ന് വളരെ സോഫ്റ്റ് ആയിട്ടൊന്ന് അവിടെയല്ല നമ്മൾ ടാപ്പ് ചെയ്യുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഈ കർസർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അവിടെ ഒരു ലെറ്റർ മാറ്റണമെങ്കിൽ മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കി, ഇതിനകത്ത് വോയിസ് ടൈപ്പിംഗ് പറ്റും, ട്രാൻസ്ലേഷൻ ചെയ്യാൻ പറ്റും, ക്യാപിറ്റൽ ലെറ്റർ മാറ്റാൻ പറ്റും, പിന്നെ ഒറ്റ വിരലുകൾ നമ്മൾ ഒരു കൈ കൊണ്ട് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഈ സ്ക്രീനിനെ ഒന്ന് ചെറുതാക്കാൻ പറ്റും. പിന്നെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഈ ഗൂഗിൾ ജി ബോർഡാണ്, ഗൂഗിൾ ജി ബോർഡ്. അപ്പൊ ഗൂഗിൾ ജി ബോർഡ് ഒന്നുകൂടെ പറയാം. ഗൂഗിൾ ജി ബോർഡ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ജി ബോർഡിന്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് നമുക്ക് വോയിസ് ടൈപ്പിംഗ് ആണ്. വോയിസ് ടൈപ്പിംഗ് നമുക്കിപ്പോ ഈ ഇത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുള്ളത് കൊണ്ട് പറ്റുന്നില്ല. നിങ്ങളുടെ ഫോണിൽ ഇത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറ്റും. വോയിസ് ടൈപ്പിംഗിൽ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, ഏത് ഭാഷയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാം. ഗൂഗിളിന്റെ സെർച്ച് ഇതിനകത്ത് നടക്കും, കറക്ഷൻ നടക്കും, നമുക്ക് അതിനകത്ത് സ്പെല്ലിംഗ് എററുകൾ മിസ്റ്റേക്ക് ചെയ്യാൻ പറ്റും, സജഷൻ നടക്കും, തൊട്ടടുത്തുള്ള വാക്ക് ഏതാണെന്ന് ഇത് പറഞ്ഞു തരും. ഇങ്ങനെ ഉള്ള കുറെ സവിശേഷമായ സാധനങ്ങൾ ഏതിനുണ്ട്? ജി ബോർഡിനുണ്ട്. പിന്നെ ഒരു സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ ഈ ഇതിൽ നിന്നുകൊണ്ട്, നമ്മുടെ ഫോണിൽ നിന്നുകൊണ്ട് മലയാള അക്ഷരങ്ങളെ ഗ്രാഫിക് ഫോണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം നമുക്ക് ചോദിക്കാം. ഗ്രാഫിക് ഫോണ്ടുകളാക്കി നമുക്ക് മൊബൈലിൽ നിന്ന് നമുക്ക് ഗ്രാഫിക് ഫോണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അതൊരു ബുദ്ധിമുട്ട് ഇതിനകത്തുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഷെയ്ഡൊക്കെ കൊടുക്കാം, ഫോണ്ടിനെ കുറച്ചുകൂടി വലുതാക്കാനൊക്കെ പറ്റുന്ന, നമ്മളിതിന് കൂടുതൽ ഡിസൈനിങ്ങിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ആ ഫോണ്ടുകളെ യൂണിക്കോഡ് മലയാളം ഫോണ്ടുകളെ തന്നെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ പറ്റുന്ന കുറെ ടെക്നിക്കുകളുണ്ട്. ആ ടെക്നിക്കുകൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഇത് ഗൂഗിൾ ജി ബോർഡ് നമുക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഈ ഗൂഗിൾ ജി ബോർഡ് നിങ്ങൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും വേഗത്തിൽ പറഞ്ഞു പോയെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ സമയം 9:04 ഇത്രയും വേഗത്തിൽ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റിയത്. ഇടയ്ക്ക് എന്തെങ്കിലും തമാശ പറയാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രസകരമായ കാര്യങ്ങളൊക്കെ പറയാനോ ഒക്കെ ഉള്ള ഒരു അവസരമൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോ ഇത് ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്ത് നമുക്ക് ഇന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഫോണ്ടിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ഒരു ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് ഇട്ടുതരും. അത് നോക്കുക. 2-3 ദിവസം കഴിയുമ്പോൾ അത് രണ്ടാമത്തേതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലേക്ക് പോകാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പോൾ അതിന്റെ സഹായത്തോടു കൂടി നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ, കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, യൂണിക്കോഡ് ഫോണ്ട് TT ഫോണ്ടുകളായി അല്ലെങ്കിൽ ഗ്രാഫിക് ഫോണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. ഗ്രാഫിക് ഫോണ്ടുകളെ യൂണിക്കോഡ് ഫോണ്ടുകളായിട്ട് കൺവേർട്ട് ചെയ്യുക. മൈക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മലയാളത്തിലും മറ്റ് ഭാഷകളിലും ടൈപ്പ് ചെയ്യുക. ട്രാൻസ്ലേഷനിലേക്ക് നമ്മൾ വന്നില്ല. ട്രാൻസ്ലേഷൻ ടൈപ്പിങ്ങിന് ടൈപ്പിംഗ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായി ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ട്രാൻസ്ലേഷനെ കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. ടൈപ്പ് ചെയ്യാം. പിന്നെ നന്നായി ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു, അതിനകത്ത് നോക്കി. അതുപോലെ തന്നെ ഇതില് മൊബൈലിൽ ഉപയോഗിച്ച് വളരെ ഭംഗിയായി നമുക്ക് വോയിസ് ടു ടെസ്റ്റ്, സംസാരിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ്, കോമയും കൊട്ടേഷനും ഒക്കെ കൊടുത്ത് നന്നായി ടൈപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട്
ഇതാ ഈ കാണുന്ന ആപ്ലിക്കേഷനാണ്. ഒരു ഈ കാണുന്നില്ലേ, ആകർഷണം കാണുന്നില്ലേ, ഒരു മൈക്കും ആയുമുള്ള മലയാളം വോയിസ് ടു ടെസ്റ്റ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ധാരാളം ആപ്ലിക്കേഷനുകൾ വരും. ഈ ഒരു പച്ച ബട്ടണിൽ ഒരു മൈക്കും ഒരു ആയി കാണുന്ന ലോഗോ വരുന്ന ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്ന് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സുന്ദരം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ട്രാ ക്ലാസ് ഇവിടെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഡേറ്റ് പങ്കേഷൻ സാറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇത് ഇപ്പൊ മണി 9:06 ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഞാൻ ആദ്യമേ പറഞ്ഞൊരു മുൻകൂർ ജാമ്യം എടുത്തു. ഇന്നത്തെ ക്ലാസ് ഭയങ്കര വിരസമായിരിക്കും. പക്ഷെ ഇത് നമുക്ക് ഇതിന്റെ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് ഉണ്ടല്ലോ. ലൈവ് ട്രാൻസ്ലേഷൻ ചെയ്യാതിലാണ് എല്ലാം ലൈവാണ് സാർ. ഇത് നമ്മൾ പറയുന്ന ലൈവ് ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതെ, ട്രാൻസ്ലേഷന് വേണ്ടി ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ട്രാൻസ്ലേഷന് വേണ്ടി. ഇപ്പൊ നമ്മൾ ട്രാൻസ്ലേഷനിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോയില്ല. നമ്മൾ ഗൂഗിളിന്റെ ജി ബോർഡിനകത്ത് ട്രാൻസ്ലേഷൻ ഓപ്ഷൻ ഉണ്ടെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഗൂഗിൾ ജി ബോർഡ് പറയുന്നതിന്റെ ഭാഗമായിട്ട് അതിന്റെ ഒരു ഫീച്ചർ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ അതിന്റെ അടുത്ത ഒരു ആപ്ലിക്കേഷനിൽ പോകുമ്പോൾ മാത്രമേ അത് കുറച്ചുകൂടി വ്യക്തമാവുള്ളൂ. നമ്മൾ ട്രാൻസ്ലേഷനിലേക്ക് പോയില്ല. ട്രാൻസ്ലേഷൻ നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. ഓക്കെ. മനോജ് സാറിന്റെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തില്ലാന്ന് തോന്നുന്നു. ഗുഡ് ഈവനിങ് സാർ. സാറ് പറഞ്ഞ ആദ്യം വിരസമായിരുന്നു എന്നാണ് സാർ പറഞ്ഞു തുടങ്ങിയത് ഇന്നത്തെ ക്ലാസ്. പക്ഷെ ഒരിക്കലുമല്ല, ഞാൻ പാർട്ടിസിപ്പൻസ് ശ്രദ്ധിച്ചിരുന്നു. പാർട്ടിസിപ്പൻസ് ഓരോരുത്തരായി കൂടി വരുന്നു എന്നല്ലാതെ ഒരാൾ പോലും പൊഴിഞ്ഞു പോയില്ല. ഏകദേശം 84ഓളം പേര് അവസാനം വരെയും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒറ്റ കാര്യം നമുക്ക് മനസ്സിലാക്കാം, സാധാരണഗതിയിൽ ഒരു തമാശയില്ലായിരുന്നു. വളരെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും എന്നാൽ എല്ലാവർക്കും പരിചിതമായ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന്റെ അവതരണ ശൈലി കൊണ്ട് മനോഹരമാക്കി, മറിച്ച് അത് കൂടുതൽ അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത കാര്യം, ഇപ്പൊ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ആണെങ്കിലും അത് നമുക്ക് ടൈപ്പിങ്ങിന് ഉപയോഗിക്കാം. നമ്മൾ ട്രാൻസ്ലേഷന് വേണ്ടി മാത്രമായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അത് ടൈപ്പിങ്ങിന് ഉപയോഗിക്കാം. കൂടാതെ പഞ്ചുവർഷന്മാർക്ക് ഉപയോഗിക്കുന്ന ടൈപ്പിംഗ് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു. അങ്ങനെ വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലുള്ള വലിയ കാര്യങ്ങളാണ് സാർ മനസ്സിലാക്കി തന്നത്. സാറിന് എല്ലാ രീതിയിലും നന്മയും സന്തോഷവും നേരുന്നു. കാരണം ഇന്നത്തെ രാത്രി മനോഹരമാക്കി, നമുക്ക് ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ വളരെ മനോഹരമാക്കിയതിന് സാറിന് ഞാൻ നന്ദിയും സ്നേഹവും രേഖപ്പെടുത്തുന്നു. മഹേഷ് സാറിന്റെ കൂടെ നമുക്ക് സാർ ഇത് കുറച്ചുകൂടി ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയും ഇതിനകത്ത് നമ്മൾ ഇന്ന് കൊടുക്കാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് എത്തിയിട്ടില്ല. നമുക്കൊരു എക്സ്ട്രാ ക്ലാസ് കൂടെ ഇതിനകത്ത് വെക്കണം. അല്ലെങ്കിൽ നമുക്ക് ആ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ അത് ചേർക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ സാർ ഒന്ന് തീരുമാനിച്ചിട്ട് അതൊന്ന് ഗ്രൂപ്പിൽ ഇടുക എന്നതാണ്. തീർച്ചയായും. ഓക്കെ സാർ, ഓക്കെ. ശരി, അതാണ് നല്ലത്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഞാൻ ഒരു ഗൂഗിൾ ഫോം ഇടും. ആ ഗൂഗിൾ ഫോം 2 ദിവസത്തിനകം ഇടും. അതെല്ലാവരും ഒന്ന് ഫില്ല് ചെയ്ത് തരണം. നമ്മുടെ ഗ്രൂപ്പിന്റെ ഒരു ക്രെഡൻഷ്യലാണ്, ഒരു പൊതു സ്വഭാവം എന്താണ് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഒരു ഗൂഗിൾ ഫോം ഇടും. അതെല്ലാവരും അതിൻ്റെതായ ഒരു ഗൗരവത്തിൽ അതൊന്ന് ഫില്ല് ചെയ്ത് തരണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഓക്കെ.
താങ്ക് യു വെരി മച്ച് സർ. ക്ലാസ് നന്നായിരുന്നു. ഇപ്പൊ സാർ അവസാനം പറഞ്ഞ ഒരു കാര്യം, ഒരു ഫോർമാറ്റിൽ ഓരോരുത്തർ ഏത് ലെവലിൽ നിൽക്കുന്നതാണെന്നൊന്ന് മനസ്സിലാക്കിയാല് ആ ലെവലിനനുസരിച്ച് ക്ലാസ് എടുക്കാൻ പറ്റും. കാരണം ഞാനൊക്കെ ഇപ്പൊ കൂറ കപ്പലിൽ പോയ മാതിരി ഇതിനുള്ള താല്പര്യം കൊണ്ട് വന്ന് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത. അപ്പൊ എന്നെ പോലെയുള്ള ഇപ്പൊ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നവർക്ക് പെട്ടെന്ന് അതോടും. ഞാനൊക്കെ ഒന്നും കൂടി കുറച്ചും കൂടി പ്രായമായതും അതുപോലെ കുറച്ച് മനസ്സിലാക്കണം താല്പര്യമുള്ളതും ആയതുകൊണ്ട് കുറച്ചൊന്നും മെല്ലെ പോക്കായിരിക്കും. അപ്പൊ ഒരു എക്സ്ട്രാ ക്ലാസ് നല്ലതായിരിക്കും. എന്തായാലും ആ ഫോർമാറ്റ് അയച്ചാൽ ഓരോരുത്തരുടെ ലെവലിൽ മനസ്സിലാവുമല്ലോ സർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വെരി മച്ച്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാറിന്റെ വീഡിയോ ക്ലാസ് ഇട്ടതിന് ശേഷം, അപ്പൊ ഞങ്ങൾ അത് ഒന്നുകൂടെ കണ്ടതിന് ശേഷം ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ക്ലാസ് വെക്കണമെന്നുള്ള. ക്ലാസ് നന്നായിട്ടിരുന്നു. ശരി, താങ്ക് യു. സർ താങ്ക് യു സർ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കൂടുതൽ അറിയില്ല. അപ്പൊ ഇതൊന്നും നോക്കിയിട്ട് ക്ലിയർ ആക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു എക്സ്ട്രാ ക്ലാസ് വെച്ച് തരണം. ശരി, ഓക്കെ. ഇതൊക്കെ ഞാനൊക്കെ ഇതിലുള്ള ഒരു എന്താ പറയാ മൈഗ്രന്റ് ആണ്, ഇൻമേറ്റ് അല്ല, നേറ്റീവ്സ് അല്ല എന്ന് പറയുക. സാറൊക്കെ ഇതിലിപ്പോ നേറ്റീവ്സ് ആയി, കുറെ ആൾക്കാർ ഇതിൽ കുറച്ച് നേറ്റീവ് ആയവരുണ്ട്. നമ്മളൊക്കെ ഇതിൽ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ക്ലാസ് വെക്കുന്നത് നന്നായിരിക്കും. അതെ, ഓക്കെ സാർ, ഓക്കെ. അതെ, ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മള് കഴിഞ്ഞ നമ്മള് ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ കൊടുത്ത പോലെ രണ്ട് മൂന്ന് വീഡിയോസ് കൂടെ കൊടുക്കാം. ആ വീഡിയോ കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് അവരുടെ ഒപ്പീനിയൻ കൂടെ എടുത്തിട്ട് നമുക്ക് ചെയ്യാം. കാരണം ഈ രണ്ട് സ്റ്റഡി മെറ്റീരിയലും കൊടുത്ത് വീഡിയോയും കൂടെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കത് തീരുമാനിക്കാം സാർ. അത് നമുക്ക് വെക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഉറപ്പായിട്ടും എന്ത് സമയം ചെലവഴിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഗുഡ് ഈവനിങ് സർ, ഞാൻ പ്രദീപാണ്. ആക്ച്വലി ഞാൻ ഇന്ന് അവിചാരിതമായിട്ട് എനിക്ക് ആ ടൈമിൽ പോകേണ്ടി വന്നു. അപ്പം മോളാണ് കയറിയത്. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ്സേ അവിടെ ജോയിൻ ചെയ്തിട്ട്. അപ്പോൾ എനിക്ക് അതിന്റെ രണ്ടാമൊരു ക്ലാസ് കിട്ടിയാൽ കൊള്ളാൻ ആഗ്രഹമുണ്ട്. ശരി, ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. നമസ്കാരം സാർ, MC പ്രദീപാണ് ഞാൻ. എനിക്ക് വളരെ ഇഷ്ടമായ ക്ലാസ്. ഈ എക്സ്ട്രാ ക്ലാസ് ഒക്കെ ആണെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു. ചെയ്യാം സാർ. സർ, പ്രദീപ് കുനത്തൂർ. ഓക്കെ സർ, ഒരു എക്സ്ട്രാ ക്ലാസ് കിട്ടിയ ഗുണമായിരുന്നു സർ. സ്റ്റഡി മെറ്റീരിയൽ തന്നതിന് ശേഷം മതി. നമ്മൾ 2 വീഡിയോ കൂടെ തന്നതിന് ശേഷം ചെയ്യാം. അപ്പൊ അത് കുറച്ചുകൂടി ക്ലാസ് എഫക്റ്റീവ് ആവും. ഓക്കെ സർ, ഓക്കെ. ഇല്ല സർ, കഴിഞ്ഞു. സാറേ, ഇനി പുതിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ? എന്താ സാർ, കേട്ടില്ല? ഇല്ല, പലരും ഫുൾ കോറം വന്നിട്ടില്ല. ഇനി പുതിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാ. അല്ല സാർ, അഡ്മിഷൻ ക്ലോസ് ആക്കി. പങ്കജ് സാർ അതിന്റെ ഡീറ്റെയിൽസ് പറയും. ഓക്കെ. Okay.
ഗുഡ് ആഫ്റ്റർനൂൺ സാർ. സാറേ ഞാനിക്കുന്ന ക്ലാസ് മൊത്തം കേൾക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് സാർ ഇതിന്റെ സമ്മറി ഒന്ന് ഇടുവോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ സാർ, താങ്ക് യു സാർ. എല്ലാവർക്കും ശുഭരാത്രി. ശുഭരാത്രി. നന്ദി നന്ദി. ഓക്കെ, താങ്ക് യു. താങ്ക് യു.